നാടവളുടെ മുടിക്ക് തലയിലെന്തോ തേക്കുന്നുണ്ട് ഏട്ടാ. വല്ല കാച്ചിയെ വിളിച്ചെന്നായിരിക്കും. നീ കിടന്നോ, നീ കിടന്നോ. ഐഷ, ഐഷ, വാ. അയ്യോ എന്നോടാ നോക്കിക്കൊണ്ടിരുന്നു. പഴയ ഹിന്ദി പടത്തിലൊക്കെ കാണുന്ന പോലെ ഓളിപ്പൊ എന്നെ തിരിഞ്ഞു നോക്കും. ഓൾ ഉമ്മച്ചിക്കുട്ടിയാടാ, ഉമ്മച്ചിക്കുട്ടി. ഒരു നോട്ടം കിട്ടണമെങ്കിൽ നീയൊക്കെ വേറെ ജന്മം ജനിക്കണം. ഉമ്മച്ചിക്കുട്ടിയാണ്. ഓള് തിരിഞ്ഞു നോക്കില്ല, ഓള് തിരിഞ്ഞു നോക്കടാ, എന്നെ തിരിഞ്ഞു നോക്കടാ. ഓളമ്മച്ചിക്കുട്ടിയാണ്. ഞാൻ നായറാ, ഞാൻ നായറാ. നീ നായരാനും ഞാൻ എന്ത് ചെയ്യാനാടാ? മഞ്ജു, മഞ്ജുവാ? അപ്പൊ ചിഞ്ചു നിഞ്ഞ് വിട്ടാ? മിസ്റ്റർ നായർ, നിങ്ങള് വിളിക്കണ ഈ പാവം സബ്സ്ക്രൈബർ എന്റെ മയ്യത്തെടുക്കണവരെ നിലവിലിടാ തെണ്ടി. എടഞ്ഞ് ചൂടാവല്ലേ, ഞാനൊരൊറ്റ കാര്യം അറിയാൻ വേണ്ടി വിളിച്ചാന്ന്. എന്താ? ആ അബ്ദുൽ ഖാദറിന്റെ വീട്ടുമതില് കുപ്പിച്ചില്ലണ്ടാ? നീ എന്ത് ചെയ്യാൻ പോവാ? ഓക്ക് മാത്രം അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ സാറേ? ബാക്കി പറയടേ. ഐഷ, ഐഷ, I'm sorry ഐഷ. എന്നെ ഇങ്ങനെ ഒന്ന് പേടിപ്പിക്കണം ഞാൻ കരുതിയല്ല. പക്ഷെ എനിക്ക് വീട്ടിൽ നിന്നിട്ട് ഇരിക്കാനും നിൽക്കാനും പറ്റില്ല. ഇരിക്കുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നും, നിൽക്കുമ്പോൾ കൈയും കാര്യം വരയ്ക്കും. സത്യം പറയാലോ, എൻ്റെ അത്ര ഭംഗിയുള്ളൊരു പെണ്ണിനെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അമ്മയാണ് സത്യം. ഓ, എന്നെ ഇങ്ങനെ നോക്കല ഐഷ, ഞാൻ മരിച്ചു. ഓ, ഭയങ്കര ഭയങ്കര ആശ്വാസം തോന്നുന്നു. എന്താ പറയാ, ഈ 10-14 ദിവസം ഭക്ഷണം കഴിക്കാത്ത ഒരാളുടെ മുമ്പിൽ ചിക്കൻ ബിരിയാണി വെച്ചാൽ എങ്ങനെയിരിക്കും? അതാണ് എൻ്റെ അവസ്ഥ. വെള്ളമില്ലാതെ, ഊണുറക്കമില്ലാതെ ഒരു 100 വർഷം ഇനി ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും എനക്ക്. അങ്ങനെയൊന്നും പറ്റില്ലായിരിക്കും, പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നു.
എൻ്റെ വീട്ടുകാർ വന്നതിന് തലേതിന് മുമ്പ് ഞാൻ പറയാം. ഐ ലവ് യു ആയിഷ. ഇപ്പം ഇങ്ങോട്ടൊന്നും പറയണ്ട. നന്നായി ആലോചിച്ച് ഒരുപാട് സമയമെടുത്ത് ഇഷ്ടമെന്ന് മാത്രം പറഞ്ഞാൽ മതി. സുഖ്യൻ കണ്ടിട്ടൊന്നും ഒരു സുഖമില്ല, പിന്നെ എങ്ങനെയാണ് പേര് വന്നത്? കാർന്ന് മോട്ടർ തോക്കല്ലടാ. കാറ് വിട്ട് കണ്ടാ പാവം കുട്ടി. ഓൾ എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു. ശരിയാ, കണ്ടില്ലെങ്കിൽ ഇപ്പൊ പിടിച്ച് ഉമ്മ വെച്ചിട്ടുണ്ടാവും. ഊതണ്ട. ഓളിപ്പോ തിരിഞ്ഞു നോക്കിയില്ലേ? ഓള് എന്നെയല്ലേ നോക്കിയത്? ആ നോട്ടത്തിൽ ഒരു ചിരി ഉണ്ടായിരുന്നില്ലേ? ഓളുടെ കണ്ണിങ്ങോട്ടൊന്ന് പഞ്ഞില്ലേ? എടാ എന്തെങ്കിലും ഒന്ന് പറയടാ. കോടൊന്നും കേട്ടടാ. ഗേൾസ് ഒക്കെ ഇൻസൾട്ട് ചെയ്യുന്നു. ഇന്റെ ഐഷ്യന്റെ 5 അടി ശരീരത്തിൽ 5 ഇഞ്ച് ആകെ വെളി കാണുന്നേ. അല്ലെങ്കിൽ കണ്ണൊക്കെ പോയാ മൂക്കങ്ങോട്ടാ പോയി ചേച്ചാ, ഞാൻ എന്ത് പറയാനാ? Hey, excuse me. എന്താ I've been watching you guys, okay? ഇപ്പുറത്ത് വന്നേ. ഇംഗ്ലീഷ് ഞാൻ ഈ ആയിഷാന്റെ പിന്നുള്ള നടത്തണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്ക്. അത് പ്രശ്നമാവും. എന്ത് പ്രശ്നം വന്നാലും അത് നമ്മൾ ഡീൽ ചെയ്തോളാം. സാറാടെ ഇരി. ഞാനീടിരുന്നോളാം, പക്ഷെ ഇംതിയാസ് അങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇംതിയാസ്? ആരാ ഇംതിയാസ്? ആരാ ഇംതിയാസ്? ഇംതിയാസ് ഐഷൻ്റെ മ്യൂസിക് ട്രൂപ്പിലെ പ്രധാന പാട്ടുകാരൻ. 4 കൊല്ലമായിട്ട് അവനോളെ പ്രേമിക്കുക. He's gonna screw you guys. സ്ക്രൂ. Surface tension is a property of the force of a liquid that allows it to resist an ന്യൂ external മെസ്സേജ്, force. ടെക്സ്റ്റ് മെസ്സേജ്, Surface tension has the dimension of force per unit length or MUTTA. energy per unit area. പോയാൻ പറ. ഒരു പാട്ടുകാരൻ ഇംതിയാസ്. ഞാനും കുറെ പാട്ടുകാരെ കണ്ടിട്ടുള്ളതാണ്. ഇവൻ ക്ലാസിക്കലായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടാവില്ലെന്ന്. Viscosity describes a അതുകൊണ്ട് ഇപ്പം എന്താ? അല്ല, ഒന്നുമില്ല. of a measure of fluid friction. ഈ പാട്ട് പാടുന്ന തെണ്ടികൾക്ക് സൗന്ദര്യം കൂടെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമാണ്. മുൻതൂക്കം ഇന്നേക്കാളും കൂടുതൽ ഓനെന്ന് പറയാണ്ടിരിക്കാൻ പറ്റില്ല. മുസ്ലിമാണ്, പറഞ്ഞു കേട്ട വെച്ച് കാണാൻ നല്ല മൊഞ്ചനും. പക്ഷെ അതൊന്നും പ്രശ്നടാ. Vinod, what is the surface tension of oil in water? Abdo, സാർ ക്വസ്റ്റ്യൻ വൺസ് ഫോർ. what is the surface tension of oil in water? സാർ ഐ വാസ് ആബ്സെന്റ് സാർ. Get out! The applied force is proportional to the area and velocity. നാലൊരു മുൻതൂക്കമുണ്ട്. ഓ മൊഞ്ചനാണ്, പോരാത്തിന് മുസ്ലിമും. പക്ഷെ അതൊന്നും പ്രശ്നടാ. എന്താ? ലോഗൻസ് റോഡിൽ ചെരുപ്പട നടത്തുന്ന ജമാലിനെ നിനക്ക് അറിഞ്ഞൂടെ? ആ, ഓൻ ഇംതിയാസിനെ പറ്റി ഒരു കാര്യം എന്നോട് പറഞ്ഞു. എന്ത് കാര്യം? നമ്മൾ അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള സമയത്ത് മനസ്സ് പതറാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഇനി കാര്യം പറയടാ. ഞാൻ പറയാം. ഇനി ടെമ്പർ തെറ്റാണ്ടിരിക്കുക. അബ്ദു, ഇനി കാര്യം പറ. ഇംതിയാസ് ഓൻ 6 പാക്കാ. ഹലോ സെറി, ഒന്ന് ഐഷയ്ക്ക് കൊടുക്കോ? ഹലോ ഐഷ, അതായത് നിങ്ങളുടെ ആ പാട്ടുകാരനില്ലേ ഇംതിയാസ്, ഓനെക്കുറിച്ച് ഞാൻ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ വളരെ മോശം അഭിപ്രായം കേട്ടോ നാട്ടുകാർക്കൊക്കെ. വൃത്തികെട്ട പല സ്വഭാവങ്ങളുണ്ട് എത്രയോന്.
മാത്രമല്ല ഈ മാസയിൽ വരിപ്പിക്കാൻ 6 പാക്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല മയക്കുമരുന്നും കുത്തിവെക്കുന്നുണ്ടത്രേ. ശാരീരികമായും മാനസികമായും കുഴപ്പമായ ഒരുത്തനായിട്ട് കൂട്ടുകയാണോ ആയിഷ? ആയിഷേൻ്റെ നന്മയെക്കരുത് ഞാനിത് പറഞ്ഞെന്ന് മാത്രം. ബാക്കി ആയിഷയ്ക്ക് തീരുമാനിക്കാം. ഈ നായന്മാരെ പൊതുവെ ഇങ്ങനെയാണോ? ഞാൻ മേനോനാ. ഓ അത് വേറെയാ. ഓള് തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മൾ ഭയങ്കര ചീപ്പെന്ന് വിചാരിക്കുമോ? ചീപ്പെല്ലാം തന്നെയാണ്, എന്നാലും അങ്ങനെ വിചാരിക്കാൻ പാടില്ലല്ലോ. ഒന്ന് വിളിച്ചാലോ? പെൺപിള്ളേരോടൊന്നും അങ്ങനെ സോറി പറയാൻ പാടില്ല. ടോസ് ഇട്ട് നോക്കാം. ഒന്നുമില്ലേ? ഫോണിൽ ബാലൻസ് ഉണ്ടെങ്കിൽ വിളിക്കും. വിധി പോലെ വരട്ടെ. ഹലോ സെറി, ഒന്ന് ആയിഷയ്ക്ക് കൊടുക്കോ? ഐഷ പ്രാക്ടീസിലാ വിനോദ്. ഞങ്ങളിപ്പോ ഇംതിയാസിന്റെ വീട്ടിലാ.